Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമസ്കാരം കുട്ടികളെ. മനുഷ്യനേത്രവുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: മനുഷ്യനേത്രത്തിലെ ലെൻസ് സംവിധാനം ഒരു പ്രകാശ സംവേദന സ്ക്രീനിൽ പ്രതിബിംബം രൂപപ്പെടുത്തുന്നു. ഇതിനെ വിളിക്കുന്നത് ഓപ്ഷൻ എ കോർണിയ, ഓപ്ഷൻ ബി സീലിയറി പേശികൾ, ഓപ്ഷൻ സി ഒപ്റ്റിക് നാഡികൾ, ഓപ്ഷൻ ഡി റെറ്റിന. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓരോ ഭാഗത്തിന്റെയും ധർമ്മങ്ങൾ പരിശോധിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താം. കണ്ണിന്റെ ഘടന ശ്രദ്ധിക്കൂ. കോർണിയ എന്ന നേർത്ത പാളിയിലൂടെയാണ് പ്രകാശം കണ്ണിനുള്ളിലേക്ക് കടക്കുന്നത്. തുടർന്ന് ഐ ലെൻസ് വസ്തുവിന്റെ തലകീഴായതും യഥാർത്ഥവുമായ ഒരു പ്രതിബിംബം രൂപപ്പെടുത്തുന്നു. ഈ പ്രതിബിംബം രൂപപ്പെടുന്നത് കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിന എന്ന നേർത്ത പാളിയിലാണ്. നമുക്ക് മറ്റു ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കണ്ണിന്റെ മുൻഭാഗത്തുള്ള നേർത്ത പാളിയാണ് കോർണിയ. പ്രകാശകിരണങ്ങളുടെ ഒട്ടുമിക്ക അപവർത്തനവും നടക്കുന്നത് ഇതിന്റെ പുറംഭാഗത്ത് വെച്ചാണ്. സീലിയറി പേശികളോ? ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ ഇവ സഹായിക്കുന്നു. അടുത്തത് ഒപ്റ്റിക് നാഡികൾ. പ്രകാശ സംവേദക കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുത സിഗ്നലുകളെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് ഒപ്റ്റിക് നാഡികളാണ്. ഇനി റെറ്റിനയെക്കുറിച്ച് പരിശോധിക്കാം. അനേകം പ്രകാശ സംവേദക കോശങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ നേർത്ത ഒരു പാളിയാണ് റെറ്റിന. ലെൻസ് യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം രൂപപ്പെടുത്തുന്ന പ്രകാശ സംവേദന സ്ക്രീനായി ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ നിഗമനം എന്താണ്? പ്രതിബിംബം രൂപപ്പെടുന്ന പ്രകാശ സംവേദന സ്ക്രീൻ റെറ്റിനയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡിയുമായി യോജിക്കുന്നു. നമുക്ക് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കാം. നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി. ഹാപ്പി ലേണിംഗ്.